സംസ്ഥാനത്തെ ആദ്യത്തെ ലഹരിമുക്ത റെസിഡൻസ് അസോസിയേഷൻ എന്ന ബഹുമതി സാന്ദ്രം റെസിഡൻസ് അസോസിയേഷന് സ്വന്തം. കോഴിക്കോട് ജില്ലയിൽ ചെറുവണ്ണൂരിലെ സാന്ദ്രം റെസിഡൻസ് അസോസിയേഷൻ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ലഹരിമുക്ത റെസിഡൻസ് അസോസിയേഷനായി പ്രഖ്യാപിച്ചു. ഇതോടൊപ്പം 14 CCTV ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മവും മന്ത്രി നിർവഹിച്ചു. കോഴിക്കോട് എക്സൈസ് സർക്കിളിന്റെ ഉപഹാരം സെക്രട്ടറി ചന്ദ്രൻ ചാലിയകത്തിനും പ്രസിഡന്റ് KV സിദ്ദിഖിനും മന്ത്രി നൽകി. സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സാന്ദ്രം റെസിഡൻസ് അസോസിയേഷന്റെ ലഹരി മുക്ത പ്രഖ്യാപനവും 14 CCTVകളുടെ ഉദ്ഘാടനവും വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ്. സമീപകാലത്തായി ജനങ്ങളുടെ ഒത്തുചേരലുകൾക്കേറെ സഹായകരമായി മാറുന്ന നിലയിലേക്ക് റെസിഡൻസ് അസോസിയേഷനുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസായി റെസിഡൻസ് അസോസിയേഷനുകൾ അതിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നു. ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകത തൊഴിലിന്റെ സ്വഭാവവും മറ്റ് പല പ്രശ്നങ്ങളും അവനവനിലേക്ക് വല്ലാതെ മനുഷ്യൻ ഒതുങ്ങിപ്പോകുന്ന നിർബന്ധിത സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് ഇത് നമ്മുടെ നാട്ടിൽ നടന്ന കാര്യമാണ്. ആ പാലത്തിന്റെ അടിയിലും പാലത്തിന് അരികിലും ഒക്കെ തന്നെ ഇത്തരം ലഹരിയുമായി ബന്ധപ്പെട്ട സംഘങ്ങളുടെ കേന്ദ്രമായിരുന്നു. ഇപ്പോ അവിടെ ആരുമില്ല. അവരവിടുന്ന് വേറെ സ്ഥലത്ത് പോയി, എന്നാലും അവിടുന്ന് പോയി. അപ്പോ ഒത്തുചേരാനുള്ള ഇടങ്ങൾ ഉണ്ടാകണം. ആ പാലം എങ്ങനെയാക്കി മാറ്റി തീർക്കാൻ സർക്കാർ തന്നെ മുൻകൈയും. ഇപ്പൊ എവിടുന്നൊക്കെ ആള് വരുന്നു. ചിലര് ദൂരത്തുനിന്ന് കാർ ഓടിച്ച് ഈ പാലത്തിലൂടെ പോകാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് കാർ ഓടിക്കുക മുമ്പിൽ മൊബൈൽ ഫോണിലൂടെ വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇടുകയാണ്. പലർക്കും അയച്ചു തരികയാണ്. ചടങ്ങിൽ കോഴിക്കോട് കോർപ്പറേഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC രാജൻ, കൗൺസിലർ P ഷീബ, നല്ലളം സർക്കിൾ ഇൻസ്പെക്ടർ KA ബോസ്, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ N ജലാലുദ്ദീൻ, ലഫ്റ്റനന്റ് കേണൽ ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങനത്തെ സമ്പ്രദായങ്ങളൊക്കെ ഇവിടെ കുറെ കാലം ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രം ഇത് എക്സൈസിനൊക്കെ ഇവിടെ അതിന്റെ ആളുകളൊക്കെ ഉണ്ട്. അതിന് ഒരുപാട് പരിമിതികളുണ്ട്. അതൊക്കെ ബന്ധപ്പെട്ട ആളുകളോട് വിശദീകരിക്കുക. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും നിങ്ങളുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ ചെയ്തിട്ടുള്ള മഹത്തായ ഒരു കാര്യം അതേപോലെ തന്നെ ഉദ്ഘാടകർ തന്നെ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ വാർഡിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റെസിഡൻസിന്റെ നേതൃത്വത്തിൽ ലഹരിമുക്ത റെസിഡൻസായി ഒരു പ്രഖ്യാപനം ഇന്നിവിടെ നടന്നിട്ടുള്ളത്.